നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ അഭിമാന പദ്ധതികളെല്ലാം മുഖ്യമന്ത്രിയും സംഘവും പണമുണ്ടാക്കാനുള്ള ഉപാധിയാക്കി മാറ്റിയിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ലൈഫ് മിഷൻ ഇടപാട് മാത്രമല്ല, കെ ഫോൺ പദ്ധതിയിലും സ്മാർട്ട് സിറ്റി പദ്ധതിയിലും ഇപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എന്ന് പറയുന്ന കെ റെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളിലുമെല്ലാം വലിയ കൊള്ളയാണ് ലക്ഷ്യം വെച്ചത്. ശതകോടിക്കണക്കിന് രൂപയുടെ കമ്മീഷനുകൾ ഇതിനകം പല പദ്ധതികളിലും സർക്കാരിന്റെ പ്രതിനിധികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താവ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഇത്തരത്തിലുള്ള ഇടപാടുകളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ആ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരുടെ ബന്ധുക്കളും നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച്, അനധികൃതമായിട്ട് ബനാമി വഴി അവർ സമ്പാദിച്ചിട്ടുള്ള, രാജ്യത്തിനകത്തും പുറത്തും സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ബിനീഷ് കോടിയേരിയുടെ കേസ് പുറത്തു വന്നപ്പോഴാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും അതിനേക്കാൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതാണ്ട് 10-20-ലധികം സ്ഥാപനങ്ങളിൽ ബിനീഷ് കോടിയേരി സൈലന്റ് പാർട്ണറായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 5-6 പ്രമുഖ സ്ഥാപനങ്ങളിൽ ശ്രീ ബിനീഷ് കോടിയേരിയുടെ പങ്കാളിത്തം ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് പല കോറികളിലും, കരിങ്കൽ കോറികളിലും, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് പല സ്ഥാപനങ്ങളിലും CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകന് ബിനാമി പാർട്ണർഷിപ്പ് ഉള്ളതായി വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിൽ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ, ക്ലിഫ് ഹൌസിലേക്ക് തന്നെ അഴിമതിയുടെ ഗുണഫലം എത്തി എന്നുള്ള നിഗമനങ്ങളിലേക്ക് അന്വേഷണ ഏജൻസികളും എത്തുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. CPMന്റെ കേന്ദ്ര നേതൃത്വം ഈ അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങളെ സംബന്ധിച്ച്, ബിനാമി ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഈ ഉയർന്നു വന്ന ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര നേതൃത്വവും ഇതിലൊരു പങ്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ജനങ്ങൾക്കുള്ളത്. അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം CPM പാർട്ടി പലപ്പോഴും തമിഴ്നാട്ടിലെ DMK-യിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 25 കോടി രൂപ കൈപ്പറ്റിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള ധാർമ്മിക നിലപാടുമില്ല. അതുകൊണ്ട് ഈ അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങളെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇതിനോട് പ്രതികരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു നിർജീവാവസ്ഥയിൽ കേന്ദ്ര നേതൃത്വം ഇരിക്കുന്നത് കള്ളത്തരങ്ങൾ മറച്ചു വെക്കാനാണ്. ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ സീതാറാം യെച്ചൂരിയും രാമചന്ദ്രൻ പിള്ളയും എന്തിനാണ് ഇത്രയും വേർക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റിനെക്കുറിച്ചും പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ എന്താണ് ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് പറയാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാവാത്തത്? എന്താണ് അത്? രാഷ്ട്രീയ പ്രേരിതമാണ്, വേട്ടയാടലാണ്, അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തലാണ് എന്നൊക്കെ പറയുന്നത്. കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചത് ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെയും പേരിലല്ല. ബംഗളൂരു മയക്കുമരുന്ന് കേസും അന്വേഷണ ഏജൻസികൾ പിടിച്ചത് ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെയും ഫലമായിട്ടല്ല. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം ബോധ്യമായത്. അതുകൊണ്ട് ജനങ്ങളോട് ഇക്കാര്യം ഇതെല്ലാം പത്രവാർത്തകൾ മാത്രമാണ്. ഇത് സംബന്ധിച്ച് ഒരറിവും ആരും ഇക്കാര്യം എന്നോട് സംസാരിക്കുന്നില്ല, ഞങ്ങളോട് ആരും സംസാരിക്കുന്നില്ല. നിങ്ങൾ പറയുന്നു പത്രത്തിൽ ഇങ്ങനെ കത്ത് പോയിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു മറുപടി പറയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ
പാർട്ടി അച്ചടക്കം എന്നുള്ള നിലയിൽ സാധ്യമല്ല. കാരണം പാർട്ടിയിൽ എന്തെങ്കിലും പരാതി സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ഇപ്പോൾ അവിടെ കത്തയച്ചു ഇവിടെ കത്തയച്ചു എന്നൊക്കെ നിങ്ങൾ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ എന്തായാലും തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നു. നടത്തിയ വിഷയം പാർട്ടി ചർച്ച ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയല്ല ഞാൻ അതിന് മറുപടി പറയുന്നത്. മാധ്യമങ്ങളിലൂടെ എന്തിനാണ് മറുപടി പറയുന്നത്? പാർട്ടിയെ സംബന്ധിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് മാധ്യമങ്ങളിലൂടെ മറുപടി പറയുന്ന രീതി പാർട്ടിക്കില്ല. അതുകൊണ്ട് ദയവായി എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു സമീപനമുണ്ട്. പാർട്ടിയിലെ ദൈനംദിന കാര്യങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ അതിന് മറുപടി പറയുന്ന രീതി ഞങ്ങൾക്ക് ആർക്കും തന്നെയില്ല. അതുകൊണ്ട് ദയവായി വീണ്ടും ആ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ മറുപടി പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു.